ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ജൂൺ 6 മുതൽ നടക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റിലേക്കും 14 മുതൽ 20 വരെ നടക്കുന്ന 3 ഏകദിനങ്ങളിലേക്കുമുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മാക്സിമം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരങ്ങളെയാണ് ഏകദിനത്തിലേക്കും ടെസ്റ്റിലേക്കും കൂടുതൽ പരിഗണിച്ചിട്ടുള്ളത്. ടെസ്റ്റിലേക്ക് മാത്രം ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നുള്ള നിലവിലെ സ്ക്വാഡിൽ നിന്ന് 7 പേരാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലടക്കം മുഹമ്മദ് സിറാജ്, വാഷിംഗ്ടൺ സുന്ദർ, സായ് സുദർശൻ, പ്രസീദ് കൃഷ്ണ, ഗുർനൂർ ബ്രാർ, മാനവ് സുതാർ തുടങ്ങി 7 പേരും ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നാണ്. ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ജമ്മു കാശ്മീരിന് നേടിക്കൊടുത്ത മികവുറ്റൊരു ബൗളർ ഉണ്ടായിരുന്നു ആക്കിബ് നബീദർ. നിലവിൽ IPL ഡൽഹിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ബൗളർ. നിങ്ങൾ നോക്കൂ, സെമി ഫൈനലിൽ ശക്തരായ ബംഗാളിനെയും ഫൈനലിൽ അതിനേക്കാൾ ശക്തരായ കർണാടകയെയും അവരുടെ സ്വന്തം മണ്ണിൽ വെച്ച് എറിഞ്ഞു വീഴ്ത്തിയവനാണ് ആക്കിബ് നബീദർ. 64 വിക്കറ്റുകളാണ് രഞ്ജി ട്രോഫിയിൽ ഈ സീസണിൽ മാത്രം നേടിയെടുത്തത്. അയാളുടെ ബൗളിംഗ് പ്രകടനം കൊണ്ട് തന്നെയാണ് ജമ്മു കാശ്മീർ രഞ്ജി ട്രോഫി ചരിത്രത്തിലാദ്യമായി നേടിയെടുത്തത്. ആ ഒരു ബൗളറെ ടെസ്റ്റിലേക്ക് ഇപ്പോൾ പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ പരിഗണിക്കുക? മുഹമ്മദ് ഷമി ഏകദിനത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അതുണ്ടായില്ല. 24 വിക്കറ്റുകളുമായി മുൻപന്തിയിൽ നിൽക്കുന്ന ഭുവനേഷ് കുമാർ ഏറ്റവും കൃത്യതയാർന്ന പന്തുകളുമായി ബാറ്റർമാരെ നിഷ്കരുണം വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഭുവനേഷ് കുമാർ ഏകദിനത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ്, എത്തിയില്ല. അവിടെയും മുൻതൂക്കം ഗുജറാത്തിന്റെ പ്ലേയേഴ്സിനാണ്. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ മുൻനിരയും മധ്യനിരയും മാലറ്റവും പാടെ തകർന്നു പോയി സ്വന്തം നാട്ടിൽ നടക്കുന്ന വേൾഡ് കപ്പിന്റെ സെമി പോലും കാണാതെ പുറത്താകുമെന്ന ഘട്ടത്തിൽ സഞ്ജു സാംസൺ അവസരം ലഭിക്കുന്നു. ആ അവസരം മുതലെടുത്തുകൊണ്ട് സ്വന്തം ചുമലിലേറ്റി സെമിയിലേക്കും, സെമിയിൽ നിന്ന് ഫൈനലിലേക്കും, ഫൈനലിൽ നിന്ന് ചരിത്രത്തിലേക്കുമാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനെ കൊണ്ടെത്തിച്ചത്. ആ സഞ്ജു സാംസൺ ഏകദിന ടീം പ്രഖ്യാപിച്ചപ്പോൾ ആ ലിസ്റ്റിലില്ല. കോച്ച് ഗൗതം ഗംഭീർ പരമാവധി സഞ്ജു സാംസനെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷെ അതിനെല്ലാം വിലങ്ങുതടിയായത് ഗില്ലിന്റെ ഇടപെടൽ തന്നെയെന്നും വ്യക്തമാകുന്നു. ബുംറയെ ഏകദിനത്തിൽ നിന്നും ടെസ്റ്റിൽ നിന്നും വിശ്രമത്തിന്റെ പേരിലാണ് മാറ്റി നിർത്തിയതെങ്കിൽ മുഹമ്മദ് സിറാജിനെ ഏകദിനത്തിൽ നിന്ന് വിശ്രമത്തിന്റെ പേരിൽ തന്നെയാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്. പക്ഷെ അവിടെ വരേണ്ടത് ഭുവനേഷ് കുമാർ ഉണ്ടായിരുന്നു, മുഹമ്മദ് ഷമി ഉണ്ടായിരുന്നു. ഇവരാരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഗുർനൂർ ബ്രാർ ഏകദിനത്തിലും ടെസ്റ്റിലും ഇടം പിടിക്കുന്നു. എന്താണ് യോഗ്യത? ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പ്ലെയറാണ് എന്നുള്ളതാണോ? മാനവ് സുതാർ ഏകദിനത്തിൽ ഇടം പിടിക്കുന്നു. ആരെ മാറ്റി നിർത്തിക്കൊണ്ട്? ഭുവനേഷ് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട്, മുഹമ്മദ് ഷമിയെ മാറ്റി നിർത്തിക്കൊണ്ട്. ഒരു പുതുനിരയെ വാർത്തെടുക്കലാണ് അതിന് ന്യായം പറയുന്നെങ്കിൽ അതിനേക്കാൾ മികവുറ്റ രീതിയിൽ പന്തെറിയുന്ന കൊൽക്കത്തയുടെ കാർത്തിക് ത്യാഗി ഉണ്ടല്ലോ, എന്തുകൊണ്ട് അയാളെ പരിഗണിച്ചില്ല? സൺറൈസ് ഹൈദരാബാദിൻ്റെ സാക്കിബ് ഹുസൈൻ ഉണ്ടല്ലോ. ഓരോ മത്സരം കഴിയുന്തോറും ഈ യുവതാരങ്ങളെല്ലാം അവരുടെ പ്രകടനം വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സാക്കിബ് ഹുസൈൻ്റെ ബൗളിങ്ങിനെ കുറിച്ച് സൺറൈസ് ഹൈദരാബാദ് ക്യാപ്റ്റൻ കമ്മിൻസ് പറഞ്ഞത്, നിർണായക ഘട്ടത്തിൽ വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ പറ്റുന്ന ഇതിനേക്കാൾ മികച്ചൊരു ബൗളർ തനിക്കില്ലെന്നാണ് സാക്കിബ് ഹുസൈൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞത്. കഴിഞ്ഞ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ ഷ്യം ദുബെയെ ബൗൾട്ടാക്കിയ ബോൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്ര ബോളുകൾ. പ്രകടനത്തിൻ്റെ മികവിൻ്റെ പേരിലാണ് സ്ഥാനം നിങ്ങൾ നൽകുന്നതെങ്കിൽ ഇനിയും ഒട്ടനവധി താരങ്ങൾ പുറത്തു നിൽക്കുന്നു. ഇവരെയൊന്നും പരിഗണിക്കാതെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ താരങ്ങളുടെ പ്രകടനം എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ടെസ്റ്റ് ടീമിനെയും ഏകദിന ടീമിനെയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടെസ്റ്റ് ടീമിൽ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നുള്ള 7 പ്ലെയേഴ്സും ഏകദിനത്തിൽ 4 പ്ലെയേഴ്സും. ഓൾറൗണ്ടറായ അക്സർ പട്ടേൽ ടീമിലില്ല. ടെസ്റ്റിലും വൺഡേയിലും അക്സർ പട്ടേലിന് പകരം വാഷിംഗ്ടൺ സുന്ദറാണ്. ഋഷഭ് പന്ത് ടീമിലില്ല, ഏകദിനത്തിലില്ല, ടെസ്റ്റിൽ മാത്രമാണ്. ടെസ്റ്റിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനവുമില്ല. സഞ്ജു സാംസന്റെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ IPL കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിലും അത് T20 സ്റ്റൈലല്ല പറയുന്നത്. ഒരു ഉത്തരവാദിത്തത്തോടെ ടീമിനെ നങ്കൂരമിട്ട് കളിക്കാനും വിശ്വസ്തനായ ബാറ്ററായി മധ്യനിരയിൽ ഉപയോഗപ്പെടുത്താനും കഴിയുമെന്ന് ഗംഭീർ പലതവണ പറഞ്ഞിട്ടും ഗംഭീറിൻ്റെ വാക്കുകൾക്ക് പോലും ഒരു വില കൽപ്പിക്കാതെയാണ് വൺഡേ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പരിചയസമ്പത്തുള്ള വിരാട് കോഹ്ലിയും KL രാഹുലും രോഹിത് ശർമ്മയും ഉണ്ട് എന്നത് മാത്രമാണ് ഏകദിനത്തിലെ ആശ്വാസം. ബൗളിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ളതായിട്ട് ഹർഷദീപ് സിംഗ് മാത്രമാണ്. വൺഡേയിൽ ടെസ്റ്റിൽ മുഹമ്മദ് സിറാജും കൂടെയുണ്ട്.
നിലവിൽ വരുന്ന വാർത്തകൾ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി ശുഭ്മാൻ ഗില്ലിന് വേണ്ടി ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.